നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ പരീക്ഷാ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നടത്തുന്ന പരീക്ഷാ വിശകലനം WCPO, അതായത് വനിതാ സിവിൽ പോലീസ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒന്ന് നോക്കിയപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലേ. പരീക്ഷ എങ്ങനെയായിരുന്നു? പരീക്ഷ എഴുതിയ നിങ്ങളെക്കാൾ നിശ്ചയം മറ്റാർക്കും തന്നെ ഉണ്ടാവില്ല അല്ലേ. പോയതെങ്ങനെയാണ്? കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ തവണത്തെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ അപ്രതീക്ഷിതമായ ഒരു കട്ട് ഓഫ് നമുക്കറിയാം. ഏകദേശം 60 മാർക്ക് അറ്റപ്പറ്റ കട്ട് ഓഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്കും അതേപോലെ മാർക്ക് ഉയരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും പലരും പോകുന്നത്. എന്നാൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു നിഗമനത്തിലെത്താൻ പറ്റും, ഇത്രയൊന്നും ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ ആണ് കേട്ടോ, ചിലപ്പോൾ വരാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം എന്താ? ചോദ്യപേപ്പർ വളരെ കടുപ്പമേറിയ ചോദ്യപേപ്പറായിരുന്നു അല്ലേ. അതിൽ ആദ്യത്തെ സെഗ്മെൻറ്റ് നമുക്കറിയാം അല്ലേ. മലയാളം എന്ന് പറയുന്നിടത്ത് 10 മാർക്കിനുണ്ടായിരുന്നു അല്ലേ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 10 മാർക്കിനുണ്ടായിരുന്നു. കണക്കെന്ന് പറയുന്നതും 10 മാർക്കിനുണ്ടായിരുന്നു. കണക്ക് നല്ല ഒന്നൊന്നര കണക്കായിരുന്നു അല്ലേ. പ്രത്യേകമായിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് കണക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നത്. പക്ഷേ അത് ആഴത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. സമയം ഒരുപാട് വേണ്ടി വരുന്ന ഒരു ചോദ്യമായിരുന്നു. പരീക്ഷാ ഹാളിൽ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഉത്തരങ്ങളിലേക്ക് നേരിട്ട് ആൻസർ കീയിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നൊന്നും പെട്ടെന്ന് പോകുവാനായിട്ട് സാധിക്കുന്ന ഒന്നൊന്നുമല്ല. നല്ല രീതിയിൽ തയ്യാറെടുത്തിട്ടുള്ള ഒരാൾക്ക് പോലും പരമാവധി ഒരു 6 മാർക്കൊക്കെ മാത്രമേ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അതേപോലെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷും താരതമ്യേന എളുപ്പമുള്ളതായിരുന്നില്ല. ടഫായിട്ടുള്ള പരീക്ഷ തന്നെയായിരുന്നു ഇംഗ്ലീഷിനും ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് പരമാവധി ഒരു 5 മുതൽ 6 മാക്സിമമാണ് ഞാൻ പറയുന്നത്, 6 മാർക്ക് വരെയൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. മലയാളത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കിയാൽ പറയാൻ പറ്റുന്നത് ഇതുപോലെ തന്നെയാണെന്നാണ്. ചോദ്യം ഇതൊക്കെ മുൻപ് വന്ന ഡിഗ്രി തലത്തിലുള്ള പല മലയാളം പരീക്ഷകൾക്കും LDC തലത്തിലുള്ള പല മലയാളം പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഈസി ചോദ്യമായിട്ടാണ് തോന്നിയിരുന്നെങ്കിൽ ഇത് അത്രയ്ക്കൊരു ഈസി ചോദ്യമല്ല. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ നല്ല മലയാളം ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ 10ൽ 10 ഒന്നും ആൾക്കാർ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ 8 എണ്ണമോ അല്ലെങ്കിൽ 9 എണ്ണമൊക്കെ ചെയ്യും. ബാക്കി ചിലപ്പോൾ ആശങ്കയുടെയോ അല്ലെങ്കിൽ സംശയത്തിൻ്റെയൊക്കെ ആ ഒരു ആനുകൂല്യങ്ങൾ വിട്ടേക്കും. എന്നാൽ ഒരു 7 മാർക്ക് ഈ ഒരു മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇത് മാക്സിമം നന്നായിട്ട് പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചാണ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ ഒരു 30 മാർക്ക് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്ലസ് മാത്സ് സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടാൻ ചാൻസുള്ള മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 18 മാർക്കാണ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക നല്ല രീതിയിൽ. ചില ആളുകൾക്ക് ഇതിലും കുറയാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? ശരിയെന്ന് വിശ്വസിച്ച് ചെയ്ത മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ നോക്കിയാൽ 20 മാർക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആ 20 മാർക്കിലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, കേരള പോലീസ് ആക്ടിനെ, CRPC, IPC, IT ആക്ടിനെ അല്ലേ, RTI ആക്ടിനെ ഒക്കെ സംബന്ധിച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ നോക്കിയാലും നമുക്കെന്താണ് ആശയക്കുഴപ്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 12 എണ്ണത്തിലൊക്കെ പരമാവധി ആൾക്കാർ ചിലപ്പോൾ നിർത്തിയേക്കും. അതിൽ കൂടുതൽ പോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് തെറ്റി മാർക്ക് 12ലേക്ക് വരാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിയാൽ ആ WCPOയുടെ ആദ്യത്തെ ഒരു പോർഷൻ നമ്മൾ നോക്കിയാൽ ആദ്യത്തെ അല്ലേ ഹാഫ് പോർഷൻ, അതായത് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് WCPOക്ക് എല്ലാവരും കണക്കാക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് മലയാളവും ഇംഗ്ലീഷും കണക്കുമായിട്ടുള്ളൊരു മേഖലയാണ്. കാര്യം എന്താ? അവിടെ പിടിച്ചാൽ രക്ഷപ്പെടാമെന്നുള്ള ചിന്താഗതിയിലാണ് ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് എല്ലാവരും പോകുന്നത്. അങ്ങനെ നോക്കിയാൽ തന്നെ എത്രയാണ് 50ൽ 30 മാർക്ക് എന്നത് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇപ്പുറത്ത് നമ്മൾ ആ ഒരു GK സെഗ്മെൻറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഡയറക്റ്റായിട്ട് സയൻസിൽ നിന്ന് ഏകദേശം ഒരു 13ഓളം ചോദ്യങ്ങൾ സയൻസിൽ നിന്നും ഉണ്ടായിരുന്നു. 13ഓളം ചോദ്യങ്ങൾ. എൻ്റെ വിലയിരുത്തൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സയൻസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. എനിക്ക് തോന്നിയ സയൻസ് എന്ന് തോന്നിയാൽ ഒരു 13ഓളം ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു സാമാന്യം സയൻസ് പഠിച്ചിട്ടില്ലാത്ത, അതായത് 10ാം ക്ലാസ്സിന് ശേഷം സയൻസ് പഠിച്ചിട്ടില്ലാത്ത, സയൻസ് വിഷയങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് PSC പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം സയൻസ് വീണ്ടും നോക്കിയ ഒരാൾക്ക് പകുതിയെ കിട്ടുകയുള്ളൂ. അതായത് മാക്സിമം ഒരു 7 മാർക്ക് മാത്രമേ അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി പുറത്തുള്ള ആ GK സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും പരമാവധി ലഭിക്കാൻ ചാൻസ്, അല്ല പരമാവധി ചെയ്ത് നോക്കാനായിട്ട് ധൈര്യപ്പെടുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എത്രയുണ്ട്? ഒരു 30ഓളം ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് ധൈര്യം കിട്ടും. 30ഓളം ചോദ്യങ്ങൾ ചെയ്ത് നോക്കാനുള്ള ധൈര്യമാണ് കിട്ടുന്നത്. കാരണം ഈ ഒരു മേഖലയിൽ ജനറൽ നോളജ് എന്ന് പറഞ്ഞൊരു മേഖലയിൽ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും എനിക്ക് ഏകദേശം ഒരു 30ഓളം ചോദ്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്, വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളാണതുകൊണ്ട് എനിക്ക് കിട്ടുന്ന അതേ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും ഒരു 30ൽ കുറയാത്ത മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല അല്ലേ. അങ്ങനെ നോക്കിയാൽ
ആ ഒരു 37 GK ചോദ്യങ്ങൾ ഒരു 30 അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതും കിട്ടണമെന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, ഈ 30 കിട്ടണമെന്നില്ല. സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന എത്ര കിട്ടും അല്ലേ? എത്ര കിട്ടും? ഏകദേശം ഒരു 25 GK ചോദ്യങ്ങളെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കിയാൽ ഇവിടുത്തെ ഒരു 50-ൽ 32 വരുന്നത്. അപ്പോൾ 32ഉം 30ഉം കൂടി നോക്കിയാൽ ഒരു 62 എന്ന് പറയുന്നതാണ് നമുക്ക് സുരക്ഷിതമായ മാർക്ക്. അതായത് അറിയാവുന്നത്, ശരിയെന്ന് തോന്നുന്നത് മാത്രമൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു എബവ് ആവറേജ് ആയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 62 മാർക്കൊക്കെയാണ് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരല്ല. കാര്യം ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് +2 അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള പരീക്ഷയാണ്. ഇത് ഡിഗ്രി മുതൽ മേൽപോട്ടുള്ള പരീക്ഷകൾക്കുള്ള ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ കായികക്ഷമത ഉള്ള ആൾക്കാർ എഴുതും, കായികക്ഷമത ഇല്ലാത്ത ആൾക്കാർ എഴുതും. പല ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടെന്നാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് 60 ആയിരുന്നല്ലോ കട്ട് ഓഫ്, അപ്പോൾ 60 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 65-ന് മുകളിലെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്താഗതിയിൽ, അല്ലെങ്കിൽ മിനിമം ഒരു 70-ന് മുകളിലെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒരു 80-ന് മുകളിലെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കും പല ആളുകളും പരീക്ഷ ഹാളിൽ പോയിട്ടുണ്ടാവുക. GK സെഗ്മെൻറ്റ് നോക്കുമ്പോൾ അതിൽ ആ ഭരണഘടനയെ സംബന്ധിച്ചും അതേപോലെ ചരിത്രത്തെ സംബന്ധിച്ചും ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ സയൻസിനെ സംബന്ധിച്ചൊക്കെ കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിയാൻ നേരത്ത് അപ്പോൾ തന്നെ കരുതുന്നതാണോ ഇത് കട്ട് ഓഫ് കൂടുന്നിരുന്നേനും. ആ ജനറൽ നോളജ് സെഗ്മെൻറ്റിൽ 50-ൽ 50 ചിലപ്പോൾ ചെയ്തിട്ട് പോരും, അല്ലെങ്കിൽ 50-ൽ 40-ന് മുകളിൽ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യും. പക്ഷേ അവിടെയൊക്കെ തെറ്റ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മാത്രമല്ല കായികക്ഷമത എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. പോരാത്തതിന് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ആ CPO സമരമൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള ആശയക്കുഴപ്പം, എങ്കിൽ പോണേലങ്ങ് പോട്ടെ എന്ന രീതിയിൽ എന്തായിരിക്കാം, എനിക്കതല്ലല്ലോ താല്പര്യം എന്ന് കരുതി അങ്ങനെയും ധാരാളം ആളുകളിൽ നിന്ന് കറക്കി കുത്തി പോകുന്ന ഒരു രീതിയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് എന്തായിരിക്കാം, പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള പരീക്ഷയായിരുന്നു. കഴിഞ്ഞ CPO പുരുഷന്മാരുടെ പോലീസ് ഓഫീസർ പരീക്ഷ ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ കടുപ്പം കൂടിയ പരീക്ഷയാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് എത്രത്തോളം ആളുകളെ കായികക്ഷമതാ പരീക്ഷയ്ക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഇടുമെന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്രയും ആൾക്കാരെയൊക്കെ തന്നെയായിരിക്കും എടുക്കുക. കാര്യം മറ്റൊന്നുമല്ല, എന്തായിരിക്കാം അത്രയും ആൾക്കാർ എടുക്കുമോ, വേക്കൻസി കുറയുമോ എന്നൊക്കെ ആയിരിക്കും പലരുടെയും ചിന്ത. കഴിഞ്ഞ തവണ എടുത്ത് അത്രയും തന്നെ ആൾക്കാരെയൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പോൾ എന്താണ് സമര കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ സമരങ്ങളൊക്കെ വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. നമ്മൾ കഴിഞ്ഞൊരു 3-4 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, രാഷ്ട്രീയ സമരമാണ് മൊത്തത്തിൽ അല്ലേ. അതായത് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്കെതിരെ പ്രതിപക്ഷവും അല്ലെങ്കിൽ മറ്റിതര രാഷ്ട്രീയ സംഘടനകളും എല്ലാം എന്താണ് സമരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമര പങ്കാളിത്തം ഇപ്പോൾ കൂടുതൽ ആർക്കാണുള്ളത്, സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതലുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതലുള്ളത് കൊണ്ട് സ്ത്രീകളായിട്ടുള്ള പോലീസുകാരുടെ ആ ഒരു നിയമനം പോലീസ് സേനയിൽ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരായിട്ടുള്ള പോലീസുകാരെ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ സ്ത്രീകളെയും എടുക്കും. കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, സ്ത്രീ പുരുഷ തുല്യത അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തുല്യത വേണമെന്നൊക്കെ പറയുന്ന പോലെ കുറ്റകൃത്യങ്ങളിൽ ഇപ്പോൾ സ്ത്രീയും പുരുഷനും എന്താണ് ഏകദേശം തുല്യ നിലയിലാണ്. ഇപ്പോൾ കൂടുതലും സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ കുറ്റകൃത്യ മേഖലയിൽ എന്താണ് ശതമാനക്കണക്കിൽ വളർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം മുൻപൊക്കെ കേസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 9 പുരുഷന്മാരായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ എടുത്തു കഴിയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം, ഇപ്പോൾ ഏത് മേഖലയായി കഴിഞ്ഞാലും ആ മേഖലയിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലായിട്ട് വരികയാണ്. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള പോലീസുകാരുടെ ആ സാന്നിധ്യം വളരെ അനിവാര്യമായതുകൊണ്ട് തന്നെ ഈ WCPOയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. നിയമനങ്ങൾ കൂടുതൽ നടക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ ഒരു ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ 60 എന്നുള്ള റേഞ്ചിലേക്കൊന്നും വരില്ല. ഏകദേശം നമുക്ക് ഒരു 55 മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കായികക്ഷമത പോകുക. കാര്യം എന്താണ്, നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാവുന്നൊരു മാർക്കാണ് ഈ 55 എന്ന് പറയുന്നത്. കട്ട് ഓഫ് എന്ന് പറയാൻ നേരത്ത് ഇതിലും പിന്നെയും താഴും. ഏകദേശം ഒരു 48 മുതൽ ഒരു 54 വരെയുള്ള ഒരു മാർക്കിൻ്റെ ഇടയിലായിരിക്കാനാണ് ഇന്ന് നടന്ന ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് കാണുന്നതും. അപ്പോൾ 55 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഫിസിക്കൽ ധൈര്യമായിട്ട് പോയി തുടങ്ങാം. കട്ട് ഓഫ് റേഞ്ച് പറയുന്നത് ഒരു 48-54 മാർക്കിൻ്റെ ഇടയിൽ വരാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പലർക്കും ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ പഠിച്ചു നിർത്തിയ ആ പഠനത്തിൻ്റെ ത്വര അല്ലെങ്കിൽ ആ പഠനത്തിൻ്റെ ആ ഒരു ജാഗ്രത എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്ത് കൈമോശം വരുത്തരുത്. കാര്യം എന്താണ്, ഈ ജൂലൈ മുതൽ അടുത്ത മാസം ജൂലൈ മുതൽ ഒക്ടോബർ വരെ എന്താണ് പരീക്ഷകളുടെ ഒരു പൂക്കാലം തന്നെ വരികയാണ്. എല്ലാവരും കാത്തിരിക്കുന്ന
LDC പരീക്ഷകൾ വരികയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ച് നിർത്തിയ നിങ്ങൾക്ക് ഇനി പഠിച്ച് നോക്കാൻ പലപ്പോഴും മടി കാണും. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, പരീക്ഷ എഴുതി തന്നെ നമ്മൾ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അത്തരത്തിൽ പരീക്ഷകൾ എഴുതി കൂടുതൽ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടുകാർക്കായിട്ടൊരു പരീക്ഷാ പരിശീലന പദ്ധതി ബാസിസ് അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട്. അത് ജൂലൈ 2 മുതലാണ് നമ്മൾ പരീക്ഷാ പരിശീലന പദ്ധതി ആരംഭിക്കുന്നത്. ടെസ്റ്റ് പേപ്പർ സീരീസാണ്, അതായത് സബ്ജക്റ്റ് വൈസിലാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന മേഖലയിൽ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് കൂടുതൽ എഡ്ജ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് മേഖലയാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത്, ഏത് മേഖലയിൽ നിന്നാണ് നിങ്ങൾ കൂടുതൽ ഇനിയും പഠിക്കേണ്ടതെന്നൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് വൈസിലുള്ള പരീക്ഷകൾ എഴുതിയേ പറ്റുകയുള്ളൂ. ഇപ്പം മലയാളമാണെന്നുണ്ടെങ്കിൽ മലയാളം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി പരീക്ഷകൾ എഴുതുക. അതേപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാക്സിമം ചോദ്യങ്ങൾ സംഘടിപ്പിച്ച് ആ പരീക്ഷ എഴുതുക. അതേപോലെ ഭരണഘടനയാണെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ കണ്ടെത്തി എഴുതുക. അങ്ങനെ LECയുടെ സിലബസിൽ തന്നിരിക്കുന്ന ഓരോ മേഖലയും ആഴത്തിൽ പഠിച്ച് നമ്മൾ പരീക്ഷ ഒന്ന് എഴുതി നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമുക്ക് ഒന്നും തൊടാൻ പറ്റാത്ത ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ മേഖലയിൽ നിന്ന് ചോദ്യം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ മേഖല പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ പരീക്ഷ എഴുതുവാൻ തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ട് പ്രത്യേകിച്ച് ജൂലൈ മാസം 27-ാം തീയതി, അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ പരീക്ഷയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാസിസ് അക്കാഡമി ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് നടത്തുന്നുണ്ട്. അതായത് ഈ ജൂലൈ 2 മുതൽ തുടങ്ങിയിട്ട് 26-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ദിവസങ്ങൾ കൊണ്ട് 60 ടെസ്റ്റ് സീരീസാണ്, 60 ടെസ്റ്റ് സീരീസാണ് നമ്മൾ നടത്തുന്നത്. ഈ 60 ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 6000-ന് മുകളിൽ ചോദ്യങ്ങളാണ് വരുന്നത്. 60 ടെസ്റ്റ് സീരീസിൽ 6000-ന് മുകളിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷാ പരിശീലന പദ്ധതിയാണിത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ്. ഇത് ബാസിസ് അക്കാഡമിയുടെ എക്സ്പെർട്ട് വിങ് തയ്യാറാക്കുന്ന ഒരു പരീക്ഷാ പരിശീലന പദ്ധതിയാണ്. ഒരു ചെറിയ ഫീസ് ഇതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ 9846183166 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയുവാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ CPO പരീക്ഷ എഴുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. കാരണം ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ ഇതിൽ മികച്ച പരീക്ഷകളാണ്. അതിനുവേണ്ടി പഠനം തുടരുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.